ഈ ടാറ്റ എന്ന് പറഞ്ഞ കമ്പനിനെ സേഫ്റ്റി പഠിപ്പിച്ച കമ്പനി ആണെന്ന് പറയുന്നത്. വണ്ടി സേഫ്റ്റി വേണം എന്ന ഒരു പിന്നെ ഇത് മാനദണ്ഡം, സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് പഠിപ്പിച്ചതാരെന്ന് അറിയോ? അത് ഫിയറ്റ് ആണ്. അതായത് ഫിയറ്റും പിന്നെ ടാറ്റ തമ്മിൽ ജോയിന്റ് വെഞ്ചറിൽ കുറച്ച് ഒരു ബിസിനസ് ഉണ്ടായിരുന്നല്ലോ, കുറച്ച് കാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എൻ്റെ ഒരു അനുഭവത്തില് ഞാനന്ന് ഫിയറ്റ് വണ്ടി ഷോറൂമിൽ ഫിയറ്റ് എടുക്കാൻ പോണ സമയത്ത് അവര് കൂടുതൽ ആളുകളും എക്സിക്യൂട്ടീവ്സ് കൂടുതൽ ആളുകളും നമ്മളെ കമ്പനി ചെയ്യല് ടാറ്റന്റെ വണ്ടി എടുക്കാനാ. 2 വണ്ടി അവർ നിർത്തി വെച്ചിട്ടുണ്ട്. അവർ ഫിയറ്റിന്റെ വണ്ടിയെ വിൽക്കൂല. അപ്പൊ അവര് പറയാ ഫിയറ്റിന്റെ എഞ്ചിനാണ്, ഫിയറ്റിന്റെ ഗിയർ ബോക്സ് ആണ്, ഫിയറ്റിന്റെ എല്ലാ ക്വാളിറ്റി ഉണ്ട്, ടാറ്റന്റെ സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി കൊടുക്കല്. എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതായത് പിന്നെ 2 വണ്ടിയും വെച്ചിട്ട് അവർ വിക്കല് ടാറ്റന്റെ വണ്ടിയായിരുന്നു. അത് മനസ്സിലായി ഫിയറ്റിന് പിന്നീട് മനസ്സിലായി. പിന്നെ ആ ഒരു കോലതിൽ ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ അവര് ഇവിടുന്ന് വിട്ടുപോവുകയും ചെയ്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഫിയറ്റ് ആണ് ടാറ്റയെ ക്വാളിറ്റി പഠിപ്പിച്ച്. അപ്പൊ നിങ്ങള് പിന്നെ കേട്ടിട്ടുണ്ടാവും അപാർത്ത് എന്നുള്ള. അപാർത്ത് സ്പോർട്ട് വണ്ടി ആദ്യമായിട്ട് ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു സ്പോർട്ട് വണ്ടി ഇന്ത്യയിലൊക്കെ അവതരിപ്പിച്ച കമ്പനിയാണ് ഫിയറ്റ്. 145 bhp ആയിട്ട് അപാർത്ത് എന്ന വണ്ടി ഇറങ്ങിയിരുന്നു. ആ ഒരു വണ്ടിയുടെ എഞ്ചിൻ ആദ്യമായിട്ട് ഫിറ്റ് ചെയ്തിട്ട് വേറെ വണ്ടി നമ്മൾ ഇന്ത്യയിൽ ഇറങ്ങി 2009 മുതൽ. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? അതാണ് ഫിയറ്റിന്റെ ടി-ജെറ്റ് പറഞ്ഞ വണ്ടി. അത് അത്ര തന്നെ പവറുള്ള 112 114 bhp പവർ മാത്രമേ ഉള്ളെങ്കിലും കൂടി അത് ട്യൂൺ ചെയ്തിട്ടാണ് ശരിക്കും അപാർത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. ആ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. 16 ഇഞ്ച് അലോയ് വീൽസ്, 4 ഡിസ്ക് ബ്രേക്ക് ആൻഡ് എയർ ബാഗ്, അതായത് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും പോരാത്തതിന് എന്താ വേണ്ട, അപാര ബോഡി ക്വാളിറ്റി. ഈ വണ്ടി ഒന്ന് ഓടിക്കുക, എനിക്കിതേ പറയാനുള്ളൂ. എവിടെയെങ്കിലും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി, അതായത് ഫിയറ്റിന്റെ വണ്ടികൾ ഒരുപാട് വണ്ടികൾ കിട്ടും. ചില വണ്ടികൾക്ക് ഏത് വണ്ടി നല്ലവണ്ണം സർവീസ് ചെയ്ത് മെയിൻ ചെയ്താൽ മാത്രമേ അതിന്റെ സ്മൂത്ത്നെസ് നിലനിൽക്കുള്ളൂ. അപ്പൊ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി എവിടെയെങ്കിലും കിട്ടാണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി, എന്നിട്ട് ഇപ്പോഴത്തെ വണ്ടിയായിരുന്നു കമ്പയർ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ള സാധനം.